ഫിനാലെ കഴിഞ്ഞതിന് ശേഷം മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ, സിഗരറ്റ് വലിച്ചാൽ ആകാശം ഇടിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞു വന്ന വ്യക്തി അതിനുശേഷം ഫിനാലെ കഴിഞ്ഞ ഉടനെ എന്താണ് അവിടെ കാണിച്ചു കൂട്ടിയെന്നുള്ളതിന്റെ വീഡിയോ 10 കോടി ആവശ്യപ്പെട്ട് നിങ്ങൾ ഒരു മാനനഷ്ട കേസ് കൊടുക്കണമെങ്കിൽ അതിന്റെ 10% കെട്ടിവെക്കണം. അതായത് 1 കോടി രൂപയുടെ കെട്ടിവെക്കണം. എവിടെ? കോടതിയിൽ. ആ 1 കോടി രൂപ. എല്ലാവർക്കും നമസ്കാരം. എന്തോന്നൊക്കെയുടെ നടക്കുന്ന പലതും ഇനിയിപ്പോ പൊളിഞ്ഞടിഞ്ഞ് പുറത്തു വരും സുഹൃത്തുക്കളെ. ഈ അൻസിബെ ഇവര് എല്ലാവരും കൂടി, അതായത് ലക്ഷ്മിപ്രിയ, ശ്വേതാ മേനോൻ, ടിനി ടോം, ഇവരെല്ലാരും കൂടി അൻസിബെ പലതും പറഞ്ഞുണ്ടാക്കി പുറത്ത് ചാടിക്കുന്നതിന്റെ റീസൺ തന്നെ വേറെയാണ്. കാരണം ഇവരുടെയൊക്കെ പല ഉടായ്പകളും പുറത്തു വരും. അതുപോലെ നമ്മുടെ അമ്മ സംഘടനയിലേക്ക് ഒരു 75 ലക്ഷം സ്പോൺസർഷിപ്പ് വന്നിട്ടുണ്ട്. അത് ഏതാണ്ട് ഒരു 1 കോടി അടുപ്പിച്ച്, അല്ലെങ്കിൽ 1 കോടി റൗണ്ട് ചെയ്താണ് ആ സ്പോൺസർഷിപ്പ് വന്നതെന്നൊക്കെ കരക്കമ്പിയിൽ പറയുന്നുണ്ട്. എന്റെ ഈ കരക്കമ്പി പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ഊഹിച്ചും ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വച്ചോ. ആ 1 കോടി വന്നതിൽ 75 ലക്ഷം സംഘടനയ്ക്കും ബാക്കി 25 ലക്ഷം വേറൊരാളുടെ പേരിൽ പോയെന്നൊക്കെ പറയുന്നു. പിന്നെ അതുപോലെ വേറൊരു കാര്യമുണ്ട്. ആ വേറെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ കാര്യം എന്തോന്നല്ലേ, ഞാൻ മറന്നു കേട്ടോ സീരിയസ്ലി. അപ്പൊ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. പിന്നെ ലക്ഷ്മിപ്രിയ നമ്മുടെ റാസൽ കൈമേല് പോയിട്ട് ആടിച്ച് കിണ്ടിയായി പൂക്കുറ്റിയായെന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. എന്തുവാ ലക്ഷ്മിപ്രിയ ഇങ്ങനെയൊക്കെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന? നാട്ടുകാർ അങ്ങനെ പറയുന്നത്? ഇത്രയും നല്ല ഒരു വനിതയായ ലക്ഷ്മിപ്രിയയെ പറ്റിയിട്ട്. പിന്നെ വേറൊരു കേസ്, ലക്ഷ്മിപ്രിയ റാസൽ കൈമേൽ ഒരു ബാർ റെസ്റ്റോറന്റ് ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ആളിന്റെ വേറൊരു ബാർ റെസ്റ്റോറന്റ് ആയിരുന്നു മറ്റേ ചെമ്പരത്തി, നമ്മുടെ റനാസുന ഉദ്ഘാടനത്തിന് പോയത്. അപ്പൊ എല്ലാം കൂടി ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. എവിടെ കൂടിയോ ഓക്കെ കൊള്ളാം, എന്തായാലും നടക്കട്ടെ. പിന്നെ ലക്ഷ്മിപ്രിയ ചേച്ചി മറ്റേ നമ്മുടെ ഒരു ഒരു പ്രൊഡ്യൂസറിനെ പറ്റിച്ച് 20,16,000 രൂപ അതങ്ങ് കൊടുക്കാത്തത് എന്തിനങ്ങേറിട്ട് വലിപ്പിക്കുന്നത്? ബൗൺസായി ചെക്ക് കൊടുത്ത് ആളെ പറ്റിച്ച് കോടതി കേസുമായി. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നേ? നമുക്ക് ഇതൊക്കെ ചീത്തപ്പേരല്ലേ ലക്ഷ്മിപ്രിയെ, ചുമ്മാ ആളെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. പിന്നെ വേറെ ചിലവര് അമ്മ സംഘടനയിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അടുത്ത് വരുന്ന ഇലക്ഷനൊക്കെ നിൽക്കാനൊക്കെ ഉള്ള പ്ലാനൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്ന ആരൊക്കെയോ കരക്കമ്പിയിൽ പറയുന്നുണ്ട്. അപ്പൊ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഈ പറയുന്ന അൻസിബയ്ക്കെതിരെ ലക്ഷ്മിപ്രിയ കൊണ്ടങ്ങ് കേസ് കൊടുക്കുകയാണ്. പിന്നെ ലക്ഷ്മിപ്രിയ വലിയ പിടിപാടും ഗുണ്ടായുസൊക്കെ ഉള്ള ആളെന്നൊക്കെയാണ് നാട്ടുകാരൊക്കെ കരക്കമ്പിയിൽ പറയുന്നത്. എന്റെ കരക്കമ്പി തന്നെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ആവശ്യം വരും. അപ്പൊ അൻസിബ ലേറ്റസ്റ്റ് ആയിട്ട് അൻസിബയെ ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തി അരാജയിച്ചതിനെ തുടർന്നിട്ട് അൻസിബ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് വലിയ കഴമ്പൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ച് അൻസിബയ്ക്കെതിരെ ഇപ്പോ ലക്ഷ്മിപ്രിയ കേസ് കൊടുത്തിട്ടുണ്ട് മാനനഷ്ടത്തിൽ. പിന്നെ മാനനഷ്ടം കൂടുതലൊന്നും പറയാനുണ്ട്, സോറി. അപ്പൊ ഞാൻ ആദ്യം ഒരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം, കാണാം. 10 കോടി ആവശ്യപ്പെട്ട് നിങ്ങൾ ഒരു മാനനഷ്ട കേസ് കൊടുക്കണമെങ്കിൽ അതിന്റെ 10% കെട്ടിവെക്കണം. അതായത് 1 കോടി രൂപയുടെ കെട്ടിവെക്കണം. എവിടെ? കോടതിയിൽ. ആ 1 കോടി രൂപ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ലക്ഷ്മിപ്രിയക്കെതിരെ ഒരു 20 ലക്ഷം രൂപ ഒരു നിർമ്മാതാവിനെ പറ്റിച്ചു എന്ന് പറയുന്നൊരു കേസുണ്ട്. വേണമെങ്കിൽ അത് തീർക്കാവുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് 1 കോടി രൂപയൊക്കെ കെട്ടിവെച്ചുകൊണ്ടൊരു കേസൊന്നും ലക്ഷ്മിപ്രിയ നടത്താൻ പോണില്ല. ഇതൊക്കെ വാശിക്ക് വന്നിട്ട് വളരെ ഡയലോഗ് വിട്ട് മറ്റേ പത്രസമ്മേളനത്തിലൊക്കെ ഇരുന്ന് പറയാം. അവരുടെ വക്കീൽ എന്ന് പറയുന്നത് കൃഷ്ണരാജാണ്. അദ്ദേഹം ഒരു സംഘപരിവാർ നിലപാടെടുക്കുന്ന ഒരു അഡ്വക്കേറ്റ് ആണ്. കൂടാതെ അദ്ദേഹം മറ്റേ നമ്മുടെ കൃഷ്ണപ്രഭ സുരേഷിന്റെയൊക്കെ, അതേ മറ്റേ സ്വപ്ന സുരേഷിന്റെയൊക്കെ അഡ്വക്കേറ്റ് കൂടിയാണ്. അപ്പൊ അദ്ദേഹമാണ് ഈ ഇവരുടെ ഉപദേശി എന്ന് പറയുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കോടതിയിലേക്ക് എത്തുമ്പോൾ പ്രശ്നമാവും. കാരണം ഈ കാശ് കെട്ടിയോ. പണ്ട് ഇപ്പൊ നമ്മുടെ ഇവിടെ ചിലർക്ക് യൂസഫ് അലി മുതലാളി, അദ്ദേഹത്തിന് ഈ 10 കോടി ഒന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ അദ്ദേഹം 100 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. 100 കോടി രൂപ. പക്ഷെ അദ്ദേഹം പോലും എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി 100 കോടി രൂപ തരാൻ പാവങ്ങൾക്ക് ഉണ്ടാവില്ല, അപ്പൊ അതുകൊണ്ട് ഒരു 10 കോടി മതി എന്ന് പറഞ്ഞിട്ടാണ് കോടതി കേസ് കൊടുത്തത്. കാരണം കോടതി കേസ് കൊടുക്കുമ്പോൾ 1 കോടി രൂപ കെട്ടി വെച്ചാൽ മതി. 100 കോടി രൂപക്ക് കോടതി കേസ് കൊടുത്താൽ 10 കോടി രൂപ കെട്ടിവെക്കണം. അത് പുള്ളിക്ക് പോലും പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇത് ബുദ്ധിമുട്ടായിട്ടല്ല, പുള്ളിക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും വെറുതെ 10 കോടി കെട്ടി വെച്ചിട്ട് തലവേദന എന്ന് തോന്നിയിട്ട് പുള്ളിക്ക് തന്നെ അതിലൊരു വീണ്ടും വിചാരം ഉണ്ടാവുകയും 1 കോടിയാണ് കെട്ടിവെക്കുകയും ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ലക്ഷ്മിപ്രിയ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വെറും വായ്ത്താളമാണ് ലക്ഷ്മിപ്രിയ അടിച്ചുവിടുന്നത്. വേണമെങ്കിൽ ഒരു 10,000 രൂപയൊക്കെ കെട്ടി വെച്ചിട്ട് 1 ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിൽ അവർക്ക് മാനനഷ്ടത്തിനെ പിടിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഇപ്പൊ 10 കോടി മാനനഷ്ടത്തിന് അവൾ കേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോടി കോടതിയിൽ കെട്ടിവെക്കണം.
ആ 1 കോടി കെട്ടിവെക്കുക ഇവളതിൽ ഉണ്ടെങ്കിൽ ഇവൾ എന്തുകൊണ്ട് അതിൽ നിന്നും ഒരു 20 ലക്ഷം രൂപ എടുത്ത് കൊടുത്ത് മറ്റങ്ങേരെ അങ്ങോട്ട് ഡീൽ ചെയ്യുന്നില്ല? അപ്പോൾ 20 ലക്ഷത്തിൽ 16,000 ചിലപ്പോൾ അങ്ങനെ ഡിസ്കൗണ്ട് വരും. 20 ലക്ഷം എടുത്ത് കൊടുത്ത് അങ്ങനെ ഡീൽ ചെയ്യുന്നില്ല. അപ്പൊ അതിനർത്ഥം ഇവളതിൽ പൈസ ഇല്ല എന്നൊന്നും നമുക്ക് തീർത്തും പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ വാശി പിടിച്ചിരിക്കുന്നതായിരിക്കും. പിന്നെ ഈ 10 കോടിയൊക്കെ എടുത്ത് അവിടെ 1 കോടിയൊക്കെ എടുത്ത് അവിടെ കെട്ടിവെച്ച് 10 കോടി മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ മാത്രം എനിക്ക് തോന്നുന്നില്ല ലക്ഷ്മി പ്രിയ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ അപ്പോഴത്തെ വായ്ത്താളം. നമ്മൾ എന്തോ വലിയ മാസാണെന്ന് കാണിക്കാനും എന്റെ ഭാഗത്ത് അത്ര ന്യായമുള്ളത് കൊണ്ട് ഞാനതാ കേസ് കൊടുക്കാൻ പോണെന്ന് കാണിക്കാനും ഒക്കെ ഉള്ള ഒരു തത്രപ്പാടിലാണ് നമ്മുടെ ലക്ഷ്മി പ്രിയ. അതിനപ്പുറം അതിൽ വേറെ കളിയൊന്നുമില്ല. അത് കൺഫേം ആയിട്ടുള്ള ഒരു കളിയാണ്. കാരണം ഞാൻ മാസാണ്, എനിക്ക് എന്തും ചെയ്യാൻ കഴിയും, കണ്ട ഞാൻ ജെന്യൂൻ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ കേസ് കൊടുത്ത് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ നാട്ടുകാരെ ഒന്ന് തെളിയിക്കാനും കാണിക്കാനും ഒക്കെ ആയിട്ടുള്ള തത്രപ്പാടാണ്. ഇനി ലക്ഷ്മി പ്രിയ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. യു ഓൾ നോ LP is my most favorite person in the whole BB house. LPയിലോട്ട് പോകാം. കുറച്ച് പഴയതാ. ഫിനാലെ കഴിഞ്ഞതിന് ശേഷം മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ, സിഗരറ്റ് വലിച്ചാൽ ആകാശം ഇടിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞു വന്ന വ്യക്തി അതിനുശേഷം ഫിനാലെ കഴിഞ്ഞ ഉടനെ എന്താണ് അവിടെ കാണിച്ചു കൂട്ടിയെന്നുള്ളതിന്റെ വീഡിയോ തെളിവ് എന്റെ കയ്യിലുണ്ട്. മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തെറ്റായിട്ടുള്ള വ്യക്തിത്വങ്ങൾക്കല്ല ബിഗ് ബോസിൽ അവസരം നൽകേണ്ടത് എന്ന് ഞാൻ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്. എന്ന് വെച്ചാൽ നമുക്ക് മദ്യപിക്കുന്നതോ പുകവലിക്കുന്നതോ ഒക്കെ അവരവരുടെ മൗലിക അവകാശങ്ങളാണ്. അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരവർക്ക് ചെയ്യാം. പക്ഷെ ഞാൻ ഇതിനൊക്കെ എതിരാണ്. ഞാൻ സമൂഹത്തിന് മാതൃക കൊടുക്കാനായിട്ടിരിക്കുന്ന ആളാണ്. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിരുന്നിട്ട് ബിഗ് ബോസ് ഫിനാലെ കഴിഞ്ഞ കർട്ടൻ അങ്ങോട്ട് വീണപ്പോ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിന് തെളിവൊക്കെ വെച്ചോണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ കുറെ തെളിവ് അങ്ങോട്ട് കിട്ടും. കാരണം മൂഞ്ചും, ലക്ഷ്മി പ്രിയ മൂഞ്ചും, ശ്വേതാ മേനോൻ മൂഞ്ചും, എല്ലാവരും വട്ടത്തിൽ നീളത്തിൽ മൂഞ്ചാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞാൻ കാണുന്നുണ്ട്. കാരണം അത്രയ്ക്ക് കാര്യങ്ങളാണ് നിങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നത്. നിങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വായുമ്പളന്നിരുന്നു. എല്ലാം തെളിവ് സഹിതം വരട്ടെ, ബാക്കി കുറെ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. എന്നിട്ട് വേണം വ്യക്തമായിട്ട് വൃത്തിക്കൊന്ന് എനിക്ക് സംസാരിക്കാൻ. ഓക്കെ, കുറെ കാര്യങ്ങളുണ്ട്. കുറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പൊന്നടാവേ, പിന്നെ മദ്യം മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ ഇരുന്ന് ഇപ്പൊ പറഞ്ഞ് വായ്ത്താളം അടിക്കുന്നുണ്ടല്ലോ. പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഇവള് വലിയ കന്യാസ്ത്രീ, ഏത് മറ്റേ നന്മമരം എന്ന പോലെയാണ് ഇവളുടെ പറച്ചിൽ കേട്ടാ തോന്നുന്നത്. അയ്യോ, ആദ്യം കൊടുക്കാനുള്ള 20 ലക്ഷം കൊണ്ട് ഒരു പ്രൊഡ്യൂസറിനെ പാവപ്പെട്ടാനെ പറ്റിച്ച് മൂഞ്ചിച്ച് അണ്ണാക്കി കൊടുത്ത് ഇരുത്തിയിട്ട് കണവണ വർത്താനം പറയണം. എന്തായാലും ഈ ഒരു ഫോട്ടോ ഞാനൊന്ന് കൊടുക്കാം കേട്ടോ. ആ ഫോട്ടോ നിങ്ങൾ കാണേണ്ട ഫോട്ടോയാണ്. അതായത് ഇതാണ് സംഭവം. അമ്മ സംഘടന ഈ വൈസ് പ്രസിഡന്റും പ്രമുഖ ചലച്ചിത്ര താരവുമായ ലക്ഷ്മി പ്രിയയും സിനിമാ താരവും നർത്തകിയും ആയ വരദയും ഈ വരുന്ന നിങ്ങളോട് വിശേഷങ്ങൾ കാന്താരി കിച്ചൻ SH ഹോട്ടൽ റാസൽ കൈമ. ശ്രദ്ധിക്കുക, ഒരു സന്തോഷ വാർത്ത. അമ്മ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് പ്രമുഖ ചലച്ചിത്ര എന്നൊക്കെ പറഞ്ഞിട്ട് കാന്താരി കിച്ചൻ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഉദ്ഘാടനം എന്തോ പരിപാടി ഒക്കെ റാസൽ കൈമയിലാണ്. അങ്ങ് ഫായിൽ പോയിട്ടുണ്ട്. അപ്പോ ബഹറിലാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അവിടെ പോയിട്ടുണ്ട്. അപ്പോ ഈ പേജ് ഒന്നും ഇപ്പൊ കാണാനില്ല. എവിടെ പോയി? ഈ സംഭവങ്ങളൊന്നും കാണാനില്ല, പോസ്റ്റുകളൊന്നും കാണാനില്ല. എല്ലാം മുക്കി. കാരണം ഇതിന്റെ മറ്റവനാണ് ആര്? ഈ SH റാസൽ കൈമയിലെ ഈ കാന്താരി കിച്ചന്റെ ആളാണ് മറ്റത് നടത്തുന്നത്. മറ്റേ ഇവള് പോയല്ലേ എന്തോന്ന് വേറില്ല, ഇവള് പോയല്ലോ എന്തോന്നടേ റാസൽ കൈമയിൽ ചെമ്പരത്തി റെസ്റ്റോറന്റ്, ആ സാധനം രേണുസുതി പോയത്. അപ്പൊ ഇതൊക്കെ ഒരു കണക്ഷനാണ്. ബാറ്, കൂത്താട്ടം, അടിച്ച് പേക്കൂത്തുകൾ, ഇതൊക്കെയാണ് അവിടുത്തെ പരിപാടികൾ. മനസ്സിലായോ? ഞാൻ പുകഴ്ത്തി പറയുന്നതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കില്ല കേട്ടോ, ഞാൻ പ്രൊമോഷൻ തരണമെന്നൊന്നും വിചാരിക്കില്ല. അടിച്ച് പേക്കൂത്തുകൾ, കൂത്താട്ടങ്ങള് ഒക്കെ നടക്കുന്ന ടീംസുകളുടെ ഇടയിലൊക്കെ ഉള്ള പരിപാടികളാണ്. ഇത് നിഷാദ് റഹ്മാനാണ് ഇൻസ്റ്റാഗ്രാം. ഇത് ആരാ? ഇതെന്താ ഇതിന്റെ ഒക്കെ വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നു. ഈ വീഡിയോ ഒക്കെ മുക്കി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കണ്ടു കഴിഞ്ഞ ഒരു ആട്ടമാ തേരോട്ടമാ, ഈ ഒരു സെറ്റപ്പ്, ഒരു ഫീല് വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ. പഠിച്ച് കിണ്ടിയാ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ പോലെ നമുക്ക് തോന്നാം. ലക്ഷ്മി പ്രിയ ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പോ നിങ്ങളൊക്കെ വലിയ വലിയ വായ്ത്താളങ്ങളൊക്കെ അടിക്കുമല്ലോ, ലഹരി ഇതാണ് മാങ്ങയാണ് തൊലിയാണെന്ന്. ഞാൻ പറയാറുണ്ട്, ലഹരി ഉപയോഗിക്കാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല, ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ ഈ മാതിരി സാമാനങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല. ഞാൻ വല്ല പൈസ തന്നെ വല്ല വാങ്ങി തിന്നു, എന്നിട്ടും ശരീരത്ത് പിടിക്കണില്ല. അപ്പൊ ഞാൻ 0 ഫിറ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അപ്പൊ നമ്മള്
ഇതൊന്നും ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്നവന്മാരെ അടുപ്പിക്കാറില്ല. എന്തിന്? എനിക്ക് സിഗരറ്റിന്റെ മണമാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്. അതായത് നമ്മളെ ഫ്രണ്ട്സിന്റെ കൂടെയോ അല്ലെങ്കിൽ റോഡിൽ എവിടെയെങ്കിലൊക്കെ നിൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ ആരെങ്കിലും സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ തന്നെ എനിക്കൊരു പുക അടിക്കുമ്പോൾ ഒരു തോന്നും. ഞാൻ വലിയ നന്മമാരാണെന്നൊന്നും അല്ല കേട്ടോ അറിയിക്കുന്നത്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എനിക്കിഷ്ടമല്ല. പിന്നെ ഈ പറയുന്ന പോലെ വെള്ളം അടിക്കാറൊന്നുമില്ല, പിന്നെ വേറെ ഡ്രഗ്സോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറൊന്നുമില്ല, ഒന്നും ഒരു പരിപാടി നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഇതൊക്കെ ധൈര്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലക്ഷ്മപ്രിയ ചാച്ചി കുറെ എക്സ്പ്ലനേഷൻ തരേണ്ടി വരും. എന്തുകൊണ്ട് കാന്താരി കിച്ചണിലെ പേജ് കാണാനില്ല, പോസ്റ്റ് കാണാനില്ല, ഒന്നും കാണാനില്ല, എല്ലാം മുക്കിച്ചു. കാരണം ഇതെല്ലാം കുത്തിപ്പൊങ്ങി വരുമെന്നും ഇതിന്റെ അകത്ത് നടക്കുന്ന പരിപാടികളെല്ലാം കുത്തിപ്പൊങ്ങി വരുമെന്നും വളരെ വ്യക്തമായിട്ട് ലക്ഷ്മിപ്രിയ ചേച്ചിക്ക് അറിയാം. പിന്നെ വേറൊരു കേസ്, 1 കോടി അതിൽ 75 ലക്ഷം സംഘടനയിൽ, അമ്മ സംഘടനയിൽ, ബാക്കി 25 ലക്ഷം വേറൊരാൾ കൊണ്ടുപോയിടേ. നമ്മൾ വരാൻ തെളിവോടെ. അപ്പൊ വേറൊരു ന്യൂസ് ക്ലിപ്പ് കൊടുക്കാം. ഇനി ന്യൂസ് ക്ലിപ്പ് നമുക്ക് കാണാം. നമുക്കറിയാം അമ്മയിലെ പ്രതിസന്ധി, അതിന് പിന്നാലെ അൻസിബയ്ക്ക് ഒരു നോട്ടീസ് സംഘടന അയച്ചു. അതിൽ ഈ മാസം 17-നകം മറുപടി നൽകണമെന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ മാധ്യമങ്ങളോട് സംസാരിച്ചു, സംഘടനയ്ക്ക് അപകീർത്തികരമായ കാര്യങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്തായാലും അൻസിബ ഉടൻ തന്നെ അതിലൊരു മറുപടി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അൻസിബ പറഞ്ഞിരിക്കുന്നത് ഈ സംഘടനാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി താൻ എന്ത് ചെയ്തു എന്ന് വ്യക്തമാക്കണമെന്നുള്ളതാണ്. ലക്ഷ്മിപ്രിയയുമായും ടിനി ടോമുമായും ഒക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ അത് വ്യക്തിപരമാണെന്നും ഈ മറുപടിയിൽ അൻസിബ പറയുന്നുണ്ട്. ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, എന്താണ് അൻസിബ ഈ മറുപടിയിൽ പറയുന്നത്? ശാലിനി, ഏറെ നാളായി താരസംഘടനയിൽ നിലനിൽക്കുന്ന ചേരിപ്പോര് നമുക്കറിയാം. ആ ചേരിപ്പോരിന്റെ തുടർച്ചയിലാണ് അൻസിബ ഹസൻ, സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന അൻസിബ ഹസൻ സംഘടനയിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം സംഘടന എക്സിക്യൂട്ടീവിലുള്ള 2 പ്രധാനപ്പെട്ട താരങ്ങളായിട്ടുള്ള ടിനി ടോം ഒപ്പം ലക്ഷ്മിപ്രിയ ഇവർ 2 പേർക്കുമെതിരെ പോലീസിൽ പരാതി കൊടുത്ത് അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് താരസംഘടന അൻസിബയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു നോട്ടീസ് നൽകിയത്. സംഘടനയുടെ ബൈലോയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അൻസിബയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതായിരുന്നു ആ നോട്ടീസിൽ പറഞ്ഞിരുന്നത്. ഈ മാസം 17-ാം തീയതിക്കകം അതിലൊരു വിശദീകരണം നൽകണം എന്നുള്ളതായിരുന്നു അൻസിബയോട് താരസംഘടനയുടെ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നത്. ഒരു ഇമെയിൽ മുഖേനയാണ് ഇപ്പോൾ ആ നോട്ടീസിലൊരു മറുപടി അൻസിബ നൽകിയിരിക്കുന്നത്. അതിൽ അൻസിബ പറയുന്നത്, താരസംഘടന തനിക്ക് അയച്ചിരിക്കുന്ന വിശദീകരണ കത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തതയുണ്ട്. അതുകൊണ്ട് തനിക്ക് അല്പം കൂടി എന്താണ് താൻ ബൈലോയ്ക്ക് വിരുദ്ധമായി ചെയ്തത് എന്നുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഒരു നോട്ടീസ് ആവശ്യപ്പെടുകയാണ് അൻസിബ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ലക്ഷ്മിപ്രിയക്കെതിരെയും അതുപോലെ ടിനി ടോമിനെതിരെയും താൻ ഉന്നയിച്ച കാര്യങ്ങൾ, അതിൽ താൻ പരാതികൾ ഉന്നയിച്ചിട്ട് പോലും കാര്യമായ നടപടികളൊന്നും തന്നെ താരസംഘടനാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അത് തന്റെ ഒരു വ്യക്തിപരമായ ഒരു വിഷയം എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും സംഘടനയിൽ നിന്ന് കാര്യമായ നടപടികൾ ഉണ്ടാകാഞ്ഞ ഒരു പശ്ചാത്തലത്തിലാണ് തനിക്കത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വന്നത് എന്നുള്ളതാണ് അൻസിബ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു സംഘടനാ നേതൃത്വവുമായി ഒരു ഒത്തുതീർപ്പിനില്ല എന്ന സൂചന നൽകുന്ന ഒരു മറുപടി കത്താണ് ഇപ്പോൾ അൻസിബ നൽകിയിരിക്കുന്നത്. അതായത് സ്വാഭാവികമായിട്ടും ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ അൻസിബയെ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരുപക്ഷെ അമ്മയ്ക്ക് നീങ്ങാം, അല്ലെങ്കിൽ ആ തരത്തിൽ അൻസിബ സംഘടനയ്ക്കെതിരാണ് എന്ന് വ്യാഖ്യാനിക്കാൻ അമ്മ നേതൃത്വത്തിന് കഴിയുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ അൻസിബ നൽകിയിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയും ഈ വിഷയത്തിൽ സംഘടനാ നേതൃത്വമായി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അൻസിബ ഇപ്പോൾ ഈ ഒരു കത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ തുടർച്ചയിൽ ഈ കത്ത് അൻസിബ മറുപടി നൽകുന്ന സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും താരസംഘടനാ നേതൃത്വത്തിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്നുള്ളതാണ് അറിയാനുള്ളത്. ശരി, ശ്യാം. ഓക്കെ, ഇവരുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻസിബയെ പുറത്താക്കുക. എവളെ പുറത്താക്കുക എന്നതാണ് അവരുടെ ആവശ്യം. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, അവൾ അവിടെ തെറ്റ് കണ്ടാൽ എതിർക്കും, തെറ്റിനെതിരെ സംസാരിക്കും, കാണിക്കാൻ പാടില്ലാത്ത തന്തയില്ലായ്മ കണ്ടു കഴിഞ്ഞാൽ അവൾ പ്രതികരിക്കും. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ഒരാളെ കൂട്ടത്തിൽ നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ കൂട്ടത്തിൽ നിർത്തിയാൽ ശരിയാവത്തില്ല. കാരണം നമ്മുടെ പല ഉടായ്പകളും പുറത്തു വരും. ആ സ്ഥിതിക്ക് എല്ലാവരും കൂടി അവളെ ചേർന്ന് പറയാൻ തുടങ്ങി. ലാലേട്ടനുമായിട്ട് അഭിഹിതം, രണ്ടാൻ അച്ഛനുമായിട്ട് അഭിഹിതം, ഇനി ജിഹാദിയാണ്, മറ്റുള്ളവരെ മതം മാറ്റാൻ ശ്രമിക്കുന്നു, അങ്ങനത്തെ കുറെ ആരോപണങ്ങൾ അവൾക്കെതിരെ അങ്ങോട്ട് വെച്ചു കൊടുത്തു. മനസ്സിലായ കാര്യം പിടിയിട്ട്. അങ്ങനെ വന്നപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് അൻസിബയ്ക്ക് നെഗറ്റീവ് ആക്കി അവർ സംഘടനയ്ക്കുള്ളിൽ തന്നെ എല്ലാവരിലേക്കും നെഗറ്റീവായിട്ട് എത്തിക്കാൻ തുടങ്ങി. കാര്യം മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ഇതിന്റെ അജണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളെ പുറത്താക്കിയിട്ട് അവർക്ക് അവിടെ പല തന്തയില്ലായ്മകളും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കറക്റ്റായിട്ട് അറിഞ്ഞ കാര്യമാണ് ഈ 1 കോടിയുടെ കേസ്. അതായത് ഈ പറയുന്ന പോലെ മറ്റേ ഒരു അമ്പലം ഉണ്ടല്ലോ, അമ്പലത്തിന്റെ പേര് പറഞ്ഞു, ആ അമ്പലവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഒരാള് 75 ലക്ഷം സ്പോൺസർഷിപ്പ് ചെയ്തെന്നാണ് പറയുന്നത്. പക്ഷെ അത് 1 കോടിയോളം 1 കോടി സ്പോൺസർഷിപ്പ് ചെയ്തിട്ട് 25 ലക്ഷം ഒരാള് കൊണ്ടുപോയെന്നാണ് അറിഞ്ഞത്.
അടുത്തിനി ഇലക്ഷനൊക്കെ വരുന്ന ഇലക്ഷനിലൊക്കെ നിൽക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രസിഡന്റും ആരും അത്ര പറഞ്ഞതേ ഉള്ളൂ. കാരണം എന്റെ കറക്റ്റ് കാര്യങ്ങൾ തെളിവോടെ കിട്ടിയതിനു ശേഷം നമുക്ക് കറക്റ്റായിട്ട് അടിക്കും. ഞാൻ ഇപ്പൊ എല്ലാം ഒരു ഊഹം ഇട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കിട്ടും. ഒന്നും അറിയാതെ സംസാരിക്കില്ല. എനിക്ക് പേഴ്സണലി കുറെ മെസ്സേജ് വരുന്നുണ്ട്. അതിൽ നീ എങ്ങനെയാടാ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയുന്നതെന്ന്. എല്ലാം സർവവും മായ. നോം എല്ലാം അറിയും. നോം ഇവിടെ ഇരുന്നാലും എവിടെ ഇരുന്നാലും അറിയേണ്ടതെല്ലാം പല സ്ഥലങ്ങളിൽ നിന്നും പലരും നമ്മളെ അറിയിക്കും, നമ്മൾ അറിഞ്ഞിരിക്കും. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഇരിപ്പ് വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പരിതാപകരമാണ്. അതിന്റെ റീസൺ പ്രത്യേകിച്ച് ഈ ബാറിലൊക്കെ പോയി കിടന്ന് കൂത്താട്ടങ്ങളൊക്കെ ആടുന്ന ടീംസുകളൊക്കെ ഇപ്പുറത്ത് വന്നിരുന്ന് നന്മമരമടിക്കുന്നു. ഇതിന്റെയൊക്കെ മറവിൽ എന്തൊക്കെ പരിപാടികളാണ് കാട്ടിക്കൂട്ടുന്നതിനൊക്കെ പുറത്തു വരാൻ കിടക്കുന്നു. മൂഞ്ചും ലക്ഷ്മി പ്രിയ അടക്കം മൂഞ്ചും. ടിനിയേട്ടൻ ഓൾറെഡി മൂഞ്ചി പോയി. എയറിൽ കിടന്ന് പറക്കുവാണ്. അങ്ങേരെ കുറിച്ച് ഒരു മനുഷ്യൻ പോലും നല്ലതും പറയുന്നു. അത് വേറെ സൈഡിൽ കിടന്ന് മൂഞ്ചിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സൈഡിൽ ലക്ഷ്മി പ്രിയ അടക്കം എക്സ്പോസ് ആണ്. തനിക്ക് കുറച്ചെങ്കിലും ഉളുപ്പെന്ന് പറയുന്ന സാധനം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ 20 ലക്ഷം രൂപ ആ പ്രൊഡ്യൂസറിന് തിരിച്ചു കൊടുക്കും. മറ്റേ 10 കോടി മാനനഷ്ടം കൊടുക്കാൻ വേണ്ടി നീ കിടന്ന് ഓടുന്നുണ്ടല്ലോ. 10 കോടി മാനനഷ്ടം കൊടുക്കാൻ വേണ്ടി ഓടുന്ന നീ അവിടെ കോടതിയിൽ 1 കോടി കെട്ടിവെക്കണം. എത്ര? 1 കോടി. അതിൽ നിന്നൊരു കാര്യം ചെയ്യും. 80 ലക്ഷം എടുത്ത് നീ കോടതി കെട്ടിവെച്ച് മാനനഷ്ടത്തിന് കൊടു. എന്നിട്ട് ആ 20 ലക്ഷം എടുത്ത് മറ്റങ്ങേർക്ക് കൊടുത്ത ആ കേസ് അങ്ങട്ടിയില്ലേ. കാര്യം പിടികിട്ടില്ല. തള്ളി അങ്ങ് മറിയുക. ഞാൻ ഇപ്പൊ മലത്തി കളയും 10 കോടി നിന്നാ ഇവിടെ അമ്മച്ചിയുടെ മാവും കലം എന്ന് പറഞ്ഞു അങ്ങ് തള്ളി മറിയുക. ഞാൻ ഇപ്പൊ കൊടുക്കാൻ പോണ്ട ഡിഫർമേഷൻ മറ്റാണ് മാങ്ങയാണ് തൊലിയാണ്. അതൊക്കെ മീഡിയയുടെ മുന്നിൽ വെറും അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കിടന്ന് തുപ്പുന്ന വെറും പൊങ്ങച്ച അല്ലെങ്കിൽ വെറും പൊള്ളയായ അസത്യങ്ങൾ മാത്രം. ഒരിക്കലും ഇവളൊന്നും കൊടുക്കാൻ പോകുന്നില്ല. കൊടുക്കുന്നുണ്ടെങ്കിൽ നീ അതിന് മുന്നേ ആ 20 ലക്ഷം എടുത്ത് അങ്ങേരെ കൊടുക്കണം. എന്നിട്ട് 80 ലക്ഷത്തിന് നീ കൊടുത്താൽ മതി. ഓക്കെ, 80 ലക്ഷത്തിന് നഷ്ടം കൊടുത്താൽ മതി. ആ കണക്കല്ല ചോദിച്ചു നോക്ക്. അങ്ങനെ വല്ല കണക്കിലുണ്ടെങ്കിൽ അങ്ങനെ കൊടു. പാവപ്പെട്ട ഒരു പ്രൊഡ്യൂസറിനെ പറ്റിച്ച് മൂഞ്ചിച്ച് അണ്ണാക്കി കൊടുത്ത് അടിച്ചിരുത്തിയിട്ട് ഇപ്പുറത്തൊന്നുകൂടെ ഞാൻ വലിയ നന്മവരാണ്, നല്ലതാണെന്ന്. ഇനിയിപ്പോ വൈകിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി കാണാം, അല്ലെ നാളെ രാവിലെ ഒന്നുകൂടി കാണാം. കുറെ കാര്യങ്ങളോട് അറിയാനുണ്ട്. അതും കൂടി അറിഞ്ഞിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. സുഹൃത്തുക്കളെ കുറെ എത്തിക്കാനുണ്ട്, കുറെ പറയാനുണ്ട്. അപ്പൊ ശരി, കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ഇപ്പോഴും അൻസിബയ്ക്ക് മാത്രമാണ് സപ്പോർട്ട്. ഈ ഒരു സംഘടനയ്ക്കകത്ത് ഇപ്പൊ ഈ റീസെന്റ് ഇഷ്യൂ നടക്കുന്നതിൽ അൻസിബയ്ക്ക് മാത്രമാണ് സപ്പോർട്ട്. ഞാൻ ഇപ്പോഴും പറയാം, 100ക്ക് 110% ഞാൻ കൺഫേം ആക്കിയ കാര്യമാണ്. അവൾ പക്കാ ജെനുവിനാണ്. ഓക്കെ, അവൾ പക്കാ ജെനുവിൻ ആയതുകൊണ്ടാണ് അവളെ തള്ളി പുറത്താക്കി അവിടെ പല തന്തയിലായ്മകൾ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയും അവളെ കൊടുക്കുക ഏതെങ്കിലുമൊക്കെ രീതിയിൽ. ഒരിക്കൽ ലക്ഷ്മിപ്രിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീഡിയയ്ക്ക് കൊടുത്ത ബൈറ്റിലാണ്, ഞങ്ങളത് ഫോൺ വിളിച്ച് പറഞ്ഞു തീർക്കേണ്ട പ്രശ്നമാണ്, അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അതിനാണ് ഇത്ര ഊതിപ്പെരിപ്പിച്ച് വലിപ്പാക്കിയെന്നൊക്കെ ലക്ഷ്മിപ്രിയ വന്ന് തള്ളിയപ്പോൾ എനിക്ക് ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നത്തിന് നീ എന്തിനാണ് 3 മണിക്കൂറോളം ഈ പറയുന്ന അൻസിബയെ പിടിച്ചോ സ്റ്റേഷനിൽ ഇരുത്തി എന്നൊരു ചോദ്യമുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും തൊട്ടിത്തരം കാണിച്ച നീയാണ് ഇപ്പുറത്ത് വന്നിട്ട് ന്യായീകരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഉടായ്പകളാണ്, എല്ലാത്തിനും എക്സ്പോസ് ചെയ്യുന്നുണ്ട്. വണക്കം, നമ്മൾ ഉടനെ തന്നെ തിരുമ്പി വരും. ഇതിന്റെയൊക്കെ സകലമാണ് എണ്ണത്തിന്റെ ഉടായ്പകൾ. ഒന്നിനെയും വെറുതെ വിടാൻ പറ്റത്തില്ല. ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് മൂഞ്ചിച്ച് ജീവിക്കുന്ന ഒന്നും വേണ്ട. ഒരു പ്രൊഡ്യൂസറിന് 20 ലക്ഷം രൂപ പറ്റിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യമാണ്. എന്തൊക്കെ തട്ടിപ്പും വെട്ടിപ്പോൾ ഈ ഭൂലോകത്ത് നടക്കുന്നുണ്ട്. ട്രേഡിങ്, അത് ഇത്, ഗാംബ്ലിങ്, മറ്റെന്നൊക്കെ വന്ന് ഒരുപാട് തട്ടിപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിന്നും കൊണ്ട് ഒരാൾ തട്ടിപ്പ് നടത്തുമ്പോൾ അയാളെ നമ്മളെടുത്ത് വെച്ച് കൊണ്ടാടണം. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നു ഒരു പാവപ്പെട്ട പ്രൊഡ്യൂസർ. അവന്റെ എല്ലാ കൂടുമുടുക്കാൻ പറക്കി എടുത്തോണ്ടായിരിക്കും ഒരു സിനിമ പഠിക്കാൻ ഇറങ്ങിയത്. അവനെ പറ്റിച്ച് അണ്ണാക്കി കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട്. ബൗൺസായ ചെക്ക് കൊടുത്ത് തിരിച്ചു കൊടുത്ത് ഇമാതിരി ഉടായ്പകൾ കാണിച്ചു കൂട്ടുന്ന ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരോ കഷ്ടം. നിങ്ങളൊന്ന് ആലോചിക്കുക അവസ്ഥ. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ ഞാൻ അൺബോക്സിൽ കണ്ടു. അതുകൊണ്ടാണ് പറഞ്ഞത്. ചിലപ്പോൾ ഇതിന്റെയൊക്കെ PR അക്കൗണ്ട് ആയിരിക്കും, ചിലപ്പോൾ നല്ല ഒരു 90% PR അക്കൗണ്ടുകളൊക്കെ ആയിരിക്കും ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. പിന്നെ ലക്ഷ്മിപ്രിയരെ കേസെടുക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന ഇവള് ബിഗ് ബോസിൽ ബുള്ളറ്റിൽ ഇരുന്ന് പോയത്. അയ്യോ, അതുപോലത്തെ ഒരു ഓർമ്മ എന്റെ ജീവിതത്തിൽ ഇനി ലക്ഷ്മിപ്രിയയുമായി ബന്ധപ്പെട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ ലക്ഷ്മി ആ 20 ലക്ഷം എടുത്താൽ കൂടെ, എന്നിട്ട് നീ 1 കോടിയും കൊണ്ട് ഇറങ്ങും 10 കോടിയുടെ മാനനഷ്ടത്തിന്, കേട്ടാ. അല്ലാണ്ട് വന്ന് വായ്ത്താളടിച്ച് മീഡിയക്കാരുടെ മുന്നിൽ കിടന്ന് വായ്ത്താളടിച്ച് കുറച്ച് നാട്ടുകാരെ പറ്റിക്കാന്നല്ലാണ്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നീ ചെയ്, കേട്ടാ. കുറെ മീഡിയക്കാരുടെ മുന്നിൽ വന്ന് ഇങ്ങോട്ട് വായ്ത്താളടിക്കും. അപ്പൊ സാധാരണക്കാര ആൾക്കാർ ഇത് കാണുന്ന സമയത്ത് അവളുടെ ഭാഗത്ത് ജെന്യൂനിറ്റി ഉള്ളതുകൊണ്ടല്ലേ അവള് 10 കോടിയുടെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കും. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് ഇവളുമാർ ഈ പെരള ഒരു ഊരുള്ളവരും കാണിക്കുന്നത്.
സകലമായ ഉടായ്പകളും കാണിച്ചു വെച്ചിട്ട് സാധാരണക്കാരായ ജനങ്ങളെ പറ്റിക്കും. അതാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പൊ പറയാം, നമ്മൾ ഈ ലോകം കണ്ട നന്മവരോ നല്ലവനൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആരെയും പറ്റിച്ചും തട്ടിച്ച് ഇന്നേ വരെ 10 പൈസ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കത്തുമില്ല. ഓക്കെ, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. തട്ടിപ്പ് വെട്ടിപ്പ് ഉടായ്പ പരിപാടികളൊന്നുമില്ല. നേരെ വാ നേരെ പോകും, അല്ലാണ്ട് ഇമാതിരി തൊട്ടി പരിപാടിയൊന്നുമില്ല. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കുറെ സത്യങ്ങൾ വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെ വിളിച്ച് പറയാനുണ്ട്. ഞാൻ വരാം. ശുഭം. പിന്നെ വീഡിയോ ചിലപ്പം കയറാൻ ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ട് ലൈക്ക് ഹൈപ്പും കമന്റും ഒക്കെ കൊടുത്ത് മാക്സിമം അടിച്ച് കയറ്റി ഷെയർ ഒക്കെ ചെയ്ത് വിട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വാ. ബൈ.